അതെന്റെ അപ്പച്ചനാണ് എനിക്കുണ്ടായത്. കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അതോടുകൂടി ഞാനും ബിന്ദുവും കൊച്ചു അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് മാറിയത്. അങ്ങനെ വില്ലന്റെ രംഗപ്രവേശനത്തിൽ വീട്ടിലൊരാളും ഇല്ല, കൊച്ചുകളും മാത്രമേ ഉള്ളൂ. പിന്നെ തുടരെ വന്നു തുടങ്ങി. വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിന്റെ വൈഫിനെയും കൊച്ചിനെയും ഒട്ടടാ പോയേക്കണേ. അപ്പോഴേക്ക് ഒരു മനുഷ്യനല്ലേ ഞാൻ മാനസികോട് തകർന്നു. ഞാൻ തകർന്ന സൈറ്റിൽ കരച്ചിലായി. താക്കോലെടുത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അലമാരി ഉടുപ്പൊക്കെ വലിച്ചു വാരിയിട്ടാണ് കൊച്ചു വില്ല തള്ളയത്. ഒരു മനുഷ്യന്റെ കിളി പോകാൻ ഇത് ധാരാളമാണ്. ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്നൊരു ദ്വീപിലി, കുമ്പളങ്ങി തന്നെ നാരങ്ങത്തറ എന്ന് പറഞ്ഞൊരു ദ്വീപിലി മോളെ കൊച്ചിനെ ഉപേക്ഷിച്ച്. ഒരച്ഛൻ ക്ഷമിക്കണല്ലേ, ഒരച്ഛന്റെ അവസ്ഥയാണ്. പാണന്മാര് പാടി കിടക്കണ പോലെയാണ് ആൾക്കാർ പാടി കിടക്കുന്നത്. ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കള് കാറ് വിളിച്ചവനത് എന്താണ് മോനെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ ബിന്ദു ചാക്കോ എന്നുള്ള എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 14 ദിവസം അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി. എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ മരിക്കുന്ന മുമ്പ് സ്വമേധയാ പരാതി കൊടുത്തതിന്റെ കോപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവള് ആത്മഹത്യ ചെയ്തു. സുഹൃത്തുക്കളെ, എൻ്റെ മോളെ ഞാൻ 1 മാസത്തോളം നോക്കി. തിരുവല്ല കല്ലുപ്പാറ പൊതുശ്മശാനത്താണ് അടക്കം ചെയ്തത്. അവിടെയാണ് അടക്കം ചെയ്തത്. അതിനുശേഷം എൻ്റെ വീട് അങ്ങോട്ട് ഉറങ്ങി. മൂത്തേച്ച് വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ മോളെ കൊണ്ടുപോയിക്കോളാം, രാജു ഇപ്പൊ പെൺകുട്ടി കൂടി അല്ല ഞങ്ങൾ വളർത്തിക്കോളാം. അങ്ങനെ 6 വയസ്സുള്ളപ്പ എന്റെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോകും. സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സൗഹൃദങ്ങളും ഒരുപാട് കെണികളും എല്ലാം ഇതാക്കിയപ്പോൾ രാജുചേട്ടൻ്റെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു സിമിലർ ആയ സംഭവം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ദത്തുപുത്ര എന്ന് വിളിക്കുമെങ്കിലും എന്താണ് ശരിക്കും ആ ഒരു ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി ഒന്ന് പറയാമോ? സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വിഷയമുണ്ട്. എൻ്റെ ഭാര്യ ബിന്ദു ചാക്കോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കാരണം അത് ചെല്ലാനം മീഡിയ, ഫോക്കസ് ചാനൽ, അങ്ങനെ ഒരുപാട് ചാനലുകാർ 4ഓളം ചാനൽ കവർ ചെയ്ത് ജനങ്ങൾ മുഴുവൻ കണ്ട വിഷയമാണ്. അപ്പൊ എന്നോട് ഞാനെന്ന ഈ കുമ്പളങ്ങിക്കാരനെ ഇന്ന് സ്നേഹിക്കണത് ജനങ്ങൾ കൂടുതൽ സഹതാപം കൊണ്ടാണ്. കുറെ ആൾക്കാർ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അതായത് കുമ്പളങ്ങിൽ നടന്ന ഒരു ചതിയുടെ ഒരു കഥയുണ്ട്. എൻ്റെ കുടുംബം തകർന്നൊരു കഥയുണ്ട് ജനങ്ങളെ. വേറൊന്നുമല്ല, സന്തോഷമായിക്കൊണ്ടിരുന്ന കുടുംബം സോഷ്യൽ മീഡിയ എന്ന ഒരു, സത്യത്തിൽ എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു ചാക്കോ എന്നാണ്. അവൾക്ക് 6 വയസ്സുള്ള ഒരു മോളുണ്ട് എനിക്ക്. അപ്പോൾ ഒരു കായലരികത്താണ് വീട്. അപ്പോൾ ഈ ബിന്ദു ചാക്കോക്ക് ഒരു ഹാർട്ടിൻ്റെ ഒരു സർജറി വേണ്ടി വന്നു. ഓപ്പൺ സർജറി ആയിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വാൽവ് ലീക്കായിട്ട് ഓപ്പൺ സർജറി ചെയ്ത് മെറ്റൽ വാൽവ് വെച്ച് പിടിച്ച് നമ്മൾ ചെയ്ത് സർജറി കഴിഞ്ഞ് 2 വർഷമായിട്ട് മുടങ്ങാതെ മെഡിസിനുകളും ചെക്കപ്പും കഴിഞ്ഞ് പഴയ ആരോഗ്യ സൗന്ദര്യവതിയായിട്ട് വന്നു മാറും. ഇവള് വിഷ്ണു എന്ന ഒരു പയ്യനുമായിട്ട് ഫേസ്ബുക്ക് സൗഹൃദമാണ് പരിചയപ്പെട്ട്. അപ്പോൾ ഈ വിഷ്ണു തൃശ്ശൂരുകാരനാണ്. അപ്പോൾ ഇവൻ ഒമാനിൽ ബിൽഡറാണ്. നല്ലൊരു സൗഹൃദത്തിൽ പോയി. സൗഹൃദങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ സൗഹൃദങ്ങൾ അതിര് കടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പോയി ഇവർ നല്ല സൗഹൃദത്തിൽ പോയി. കൊച്ചിനൊരു പാവക്കുട്ടീനെ അടച്ചു കൊടുത്തു വീട്ടിലേക്ക്. അങ്ങനെ ഇവൻ വീട് അഡ്രസ്സ് മനസ്സിലാക്കി. ഇവൻ ലീവ് കിട്ടി വീട്ടിൽ വന്നു. അപ്പം എനിക്ക് ഇന്ത്യയിൽ ഡെക്കറേഷൻ്റെ വർക്കായാണ്, ഞാൻ ലോങ് വർക്കാണ്. പിന്നെ ഇവരുടെ സർജറി നടത്തിയതിൽ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. ഞാൻ ഒറ്റക്കായി നടത്തി, പിന്നെ കുറച്ച് സൗഹൃദങ്ങളൊക്കെ നിന്നിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ലോങ് വർക്കിന് പോകുന്ന ടൈമിൽ ഈ കൊച്ചും ഇവളും മാത്രമായിരിക്കും വീട്ടിൽ. സേഫ്റ്റി ആയിട്ടുള്ള വീടാണ്, മതിൽക്കെട്ടാണ്, സേഫ്റ്റിയാണ്. പക്ഷെ ഇവൻ ലീവ് കിട്ടി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുടുംബത്തൊരു നാഥനില്ലാണ്ടാവുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെൻ്റെ അപ്പച്ചനാണ് എനിക്കുണ്ടായത്. കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അതോടുകൂടി ഞാനും ബിന്ദുവും കൊച്ചു അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് മാറിയത്. അങ്ങനെ വില്ലന്റെ രംഗപ്രവേശനത്തിൽ വീട്ടിലൊരാളും ഇല്ല, കൊച്ചുകളും മാത്രമേ ഉള്ളൂ. പിന്നെ തുടരെ വന്നു തുടങ്ങി. വരരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞവള് പിന്നെ ബിന്ദുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തി.
അങ്ങനെ ഇതിന്റെ ശരിക്കും കുടുംബത്തിന്റെ തകർച്ച സംഭവിക്കണത് ഞാൻ അങ്കമാലിയിൽ ഒരു സൈറ്റിൽ വർക്ക് ചെയ്തിട്ടിരിക്കപ്പോ സ്റ്റാർട്ടിങ് ആളൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സത്യൻ എന്ന ഒരു പോലീസുകാരൻ എന്നെ വിളിക്കണേ. താങ്കളുടെ പേരാണ് രാജു. ഞാൻ പറഞ്ഞു അതെ സാറേ. അതെ, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, വിഷ്ണു എന്ന ഒരു പയ്യൻ മിസ്സിംഗ് ആണ്. അപ്പൊ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, വിഷ്ണുവിന്റെ അപ്പനും അമ്മയും കൊണ്ടുവന്നൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പൊ താങ്കളുടെ ഭാര്യവിനുമായിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് നമ്പർ തെറ്റിയായിരിക്കും. നമ്മൾ വിശ്വസിക്കണ പോലും ഇല്ല, മനസ്സിൽ പോലും വിശ്വസിക്കണില്ല, നമ്പർ തെറ്റിയായിരിക്കും. എന്തായാലും താനൊന്ന് വിളിച്ചിട്ടും തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. ഞാൻ നേരെ സത്യസാറിനെ വിളിച്ചിട്ടും പറഞ്ഞു സാറേ ഉച്ചവരെയും വിളിച്ച് സംസാരിച്ച് മൊബൈൽ റീചാർജ് ചെയ്തോണ്ട് കൂടെ എടുത്തിട്ട് നിൽക്കണ മനുഷ്യനാണ് ഞാൻ. പിന്നെ വിളിച്ചിട്ട് മൊബൈൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കും. നമ്മളൊരു കുടുംബനാഥം ചിന്തിക്കണ പോലും ഇല്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ബാബുവിനെ വിളിച്ചിട്ടും പറഞ്ഞടാ ഒന്ന് ചെന്ന് നോക്കടാ നീ വീട്ടിലെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടേക്കും, വീടും പൂട്ടിയിട്ടേക്കും. എടാ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണം. ഞാൻ അപ്പോഴും ആളൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടും പറഞ്ഞു സാറേ കൊച്ചും തള്ളയും കൂടി വൈകുന്നേരം ഒന്ന് നടക്കാൻ പോകും, എന്തായാലും അറിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാനും വലിയ കാര്യമാക്കിയില്ല കേട്ടാ. ഒരു 7 മണി പരിപാടി കഴിഞ്ഞപ്പോൾ പള്ളൂരുത്തി സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പം പരിചയമുള്ള സാറാ വിളിച്ചത്, സമ്പത്ത് സാറാ വിളിച്ചത്. വിളിച്ചിട്ടും പറഞ്ഞു എടാ രാജു വിഷയം ഇച്ചിരി രൂക്ഷമാണ്, വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിന്റെ വൈഫിനെയും കൊച്ചിനെയും ഒട്ടടാ പോയേക്കണെങ്കിൽ. അപ്പോഴേക്കും ഒരു മനുഷ്യനല്ലേ ഞാൻ മാനസികോട് തകർന്നു. ഞാൻ തകർന്ന സൈറ്റിൽ കരച്ചിലായി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ സംഭവം. ഞാൻ ഓടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 2 ഫ്രണ്ട്സിനായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുളിമുറിയിൽ താക്കോല് വെച്ചേക്കണം. താക്കോൽ എടുത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അലമാരി ഉടുപ്പൊക്കെ വലിച്ചു വാരിയിട്ടേക്കണം. കൊച്ചുമില്ല തള്ളയുമില്ല. ഒരു മനുഷ്യന്റെ കിളി പോകാൻ ഇത് ധാരാളമാണ്. ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്നൊരു ദ്വീപിലി, കുമ്പളങ്ങി തന്നെ നാരങ്ങത്തറ എന്ന് പറഞ്ഞൊരു ദ്വീപിലി മോളെ കൊച്ചിനെ ഉപേക്ഷിച്ച്, കൊച്ചിന് ബാധ്യത വന്ന് കണ്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ബിന്ദുവിനുമായിട്ട് നാട്ടുകാരാണ് കൊച്ചിനെ എൻ്റെ കയ്യിലേൽപ്പിക്കണം. ഒരച്ഛൻ ക്ഷമിക്കണല്ലേ, ഒരച്ഛൻ്റെ അവസ്ഥയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ്, കുമ്പളങ്ങിൽ എല്ലാ ആൾക്കാരും അറിഞ്ഞ്, പാണന്മാർ പാടി കിടക്കണവരെയാണ് ആൾക്കാർ പാടി കിടക്കണം. ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കൾ കാറ് വിളിച്ചാൽ വന്നത് എന്താണ് മോനെ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലെ ആൾക്കാർ ജനങ്ങളും നിറഞ്ഞു. എന്നിട്ട് ഈ ബിന്ദു ചാക്കോ എന്നുള്ള എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 14 ദിവസം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി. അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അങ്ങോട്ട് തള്ളിക്കളയണേ. ലാസ്റ്റ് എത്തന്തരം ഇല്ലാണ്ട് ബിന്ദു ചാക്കോ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ ചെന്ന് വിഷ്ണു എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത് നിനക്ക് ഇത്രയും പ്രായം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. 14 ദിവസം കൊണ്ടുപോയിട്ട് അവളെ ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഇത്രയും പ്രായമുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞ അവസ്ഥയിൽ വേറെ ഗത്യന്തരമില്ല. ഇവനെതിരെ പരാതി കൊടുത്ത് പള്ളൂരുത്തി സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ മരിക്കുന്ന മുമ്പ് സ്വമേധയാ പരാതി കൊടുത്തതിൻ്റെ കോപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവള് ആത്മഹത്യ ചെയ്തു. അപ്പം അതോടുകൂടി തകർന്നു പോയൊരു കുടുംബമാണ്. ലിസി ഹോസ്പിറ്റലിലാണ് മരണം നടക്കുന്നത്. ഞാൻ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഇവള് ലാസ്റ്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ വെച്ചാൽ മേഡം വിളിച്ചിട്ടും പറഞ്ഞു രാജു എത്രയും പെട്ടെന്ന് ആ ബിന്ദു കുഴഞ്ഞു വീണു. ഞാൻ കോട്ടയത്ത് നിന്ന് ഓടി 5 മണി വെളുപ്പിനെ ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു വാക്ക് പറയാൻ പോലും നിൽക്കാണ്ട് ശരിക്കും അത്ര നേരം ഈ ബിന്ദു ചാക്കോ എന്നുള്ള അവൾക്ക് കുറ്റബോധമായി പോയി. രാജു വന്നില്ല എന്ന് ചോദിച്ചിട്ടിരുന്നേ. അവക്കടെ ആത്മാവ് വേർപെടുന്നത് വരെ ആ കൊച്ച് അവളുടെ ഞാനിങ്ങനെ കയ്യെ പിടിച്ച് നോക്കിയപ്പോൾ ഈ മൈലാഞ്ചി ഇട്ടേക്കണത് അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതുപോലെ കൊണ്ട് നടക്കുന്ന കൊച്ചാണ്. മുടി സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോള് പോയി മുടി സ്ട്രൈറ്റ് ചെയ്തു. ഒരു ഞായറാഴ്ച വന്ന 2 സിനിമയാണ് കാണണം സാനിയ തിയേറ്ററിൽ പോയിട്ട്. ജനങ്ങൾക്ക് അറിയാം, കുമ്പളങ്ങിൽ എൻ്റെ കഥകളെല്ലാം അറിയാം. ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പറയും എനത്തോണ്ട് രാജു നമുക്ക് സെക്കൻഡ് ഷോ കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. പിന്നെ കുമ്പളങ്ങിൽ തിങ്കളാഴ്ച മനുഷ്യൻ്റെ മക്കാരും പണിക്ക് പോകാറില്ല. അപ്പം സന്തോഷമായിട്ട് ഒരു കുടുംബം തകർത്തിട്ട് പോയ പ്രതി. ഇപ്പോഴത്തെ നിയമങ്ങളാണ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥകൾ, അതായത് ഈ പ്രതി വിഷ്ണുവിനെ ഇപ്പൊ നിയമപാലകർ വരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? അതായത് പള്ളൂരുത്തി, എൻ്റെ സ്റ്റേഷൻ പരിധിയായ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിൽ ഇവളുടെ മരണത്തിന് ശേഷം ഞാൻ സമർപ്പിച്ച രേഖകൾ, ഇവളെ സ്വമേധയാ കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ജീവിച്ചിരുന്നപ്പോൾ കൊടുത്ത പരാതിയുടെ കോപ്പി, പിന്നെ ഇവള് ചേച്ചിയും കൂടി വന്നിട്ട് പള്ളൂരുത്തി സ്റ്റേഷനിൽ വിഷ്ണുവിനെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പിയിൽ എന്നെ ചതിച്ചു, വിഷ്ണു എന്നെ കാര്യം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പൻ എന്നെ പൊലി ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവക്കടെ ഡ്രസ്സുകളും ബാഗുകളും ഇവൾ നിന്നേച്ച ഹോസ്റ്റലിൽ പോയിട്ട്
എടുത്തണ്ട് പോന്നു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 4 പേജ് മരണമൊഴി എഴുതി വെച്ചേക്കണം. അത് നീലയും പച്ചയും കലർന്ന കളറിലാണ് മഷി കൊണ്ടാണ് എഴുതിയേക്കണത്. ഞാൻ മരിക്കുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വിഷ്ണു എന്നെ ചതിച്ചു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പോഴാണ് സത്യങ്ങൾ ഞാൻ അറിയണത്. അതായത് ഇവൾ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ദേഹോപദ്രവം ചെയ്തു കളാം. അപ്പച്ചൻ്റെ മുറിയിൽ വെച്ച് കഴുത്തിനൊക്കെ പിടിച്ച് ഇടിക്കണത് എൻ്റെ മോള് കണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണം, സത്യാവസ്ഥ അറിയണം. ഗത്യന്തരം ഇല്ലാണ്ട് ഇവൻ അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇവളെ ഇറക്കി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ചതിച്ചത്. പക്ഷെ നമ്മൾ ഇത് കൂടാണ്ട് തന്നെ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിൽ ഞാൻ എല്ലാവരുടെ മൊഴി എടുക്കാൻ വേണ്ടി ഇവള് നിന്നേച്ച വീട്ടിൽ പറഞ്ഞ് മേഡത്തിന് എല്ലാവരെയും കൊണ്ടുവന്ന് മൊഴി കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇവള് സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത 9 വോയിസ് ക്ലിപ്പ് ഉണ്ടായി. അതിൽ ബിന്ദു കരയണവരമുണ്ട്. അതായത് വിഷ്ണു വന്നിട്ടിരിക്കുമ്പോൾ ഞാൻ വരികയാണ്, നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം, ഞാൻ വരത്തില്ല വിഷ്ണു, നീ തിരിച്ചു പോകുന്നതെല്ലാം പറയണതുണ്ട്. ഈ നിർണായകമായ തെളിവ് ജനങ്ങളെ ഇത് കേൾക്കണോട്ടാ, പച്ചക്ക് പറയുക കുമ്പളയിക്കാരൻ. ഈ നിർണായകമായ തെളിവ് അന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ പരിധിയിൽ സമർപ്പിച്ചപ്പോൾ 5 പേര് സാക്ഷികളാണ്. മൊഴിയും കൊടുത്ത് ഇത് സമദ് സാറിൻ്റെ കയ്യിലാട്ടാണ് കൊടുത്തത് പള്ളൂരുത്തി സ്റ്റേഷനിൽ. അപ്പോൾ സാറ് പറഞ്ഞു ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും, ഇത് നിർണായകമായ തെളിവാണ്, ചെക്കനുള്ളിൽ പോകാൻ ഇത് ധാരാളമാണ്. ഞാൻ പറഞ്ഞു സാറെ നഷ്ടപ്പെടുത്തി കറിയരുത്, അപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. എന്നിട്ട് സമദ് സാറിൻ്റെ ഫോണിൽ നിന്ന് അന്ന് എന്ന് വെച്ചാൽ CA സിൽവസ്റ്ററിൻ്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് ഞാനും പുള്ളിയുടെ കൂടെ നിന്ന് കേട്ടാ. ഇപ്പം അവർ പറയണത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ വോയിസ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇല്ലേ? വോയിസ് റെക്കോർഡ് നമുക്ക് കൊടുത്തിട്ട് ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ഇതിൽ ഈ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കണ മേലധികാരികളും കൊച്ചി പോലീസ് കമ്മീഷണർ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനെ കുറിച്ച് അല്ലാണ്ട് തന്നെ പരാതി ഒരുപാടുണ്ട്. ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ മരണമൊഴി എല്ലാവരുടെ കയ്യിലുണ്ടല്ല, ഈ വോയിസ് റെക്കോർഡ് ഇല്ല എന്നിട്ട് ഇവർ വിലപേശി. അതായത് ബിന്ദു ചാക്കോ എന്നുള്ള യുവതിയുടെ മരണം ഇവരൊരു ബിസിനസ് ആക്കി മാറ്റി. വില പറഞ്ഞ് നല്ല കച്ചവടം ഉറപ്പിച്ചേണ്ട ഇവർ വിറ്റിട്ട് ഇവരെല്ലാരും കൂടി പുട്ടടിച്ച് എല്ലാരും വീതിച്ചെട്ടുക. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത് ഇതിനെ പറ്റിയിട്ട്? ഇവര് തെളിവുകൾ നശിപ്പിച്ച് കളഞ്ഞു. ഈ വോയിസ് റെക്കോർഡ് ഇപ്പൊ ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പള്ളൂരുത്തി സ്റ്റേഷനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വനിതാ കമ്മീഷൻ, എല്ലായിടത്തും എൻ്റെ മെയിൽ പോയിട്ടുണ്ട്. അത് കൂടാണ്ട് രണ്ടാമത്തെ ചതിയുടെ വശം, അത് ഒന്നാമത്തെ പരം, രണ്ടാമത്തെ ചതിയുടെ വശം നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച അഡ്വക്കേറ്റ് ലീമ അഡ്വക്കേറ്റിനെ ഞാൻ ഏൽപ്പിച്ചത്. ഈ കേസ് നോക്കിച്ചത് ലീമയുടെ ഭർത്താവ് സജനാണ്. ഈ സജന്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇത് എൻ്റെ പെൻഡ്രൈവിൽ ഞാൻ സൂക്ഷിച്ചേക്കും, ഇത് കളയത്തിൽ നഷ്ടപ്പെടുത്തത്തില്ല രാജു എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് അയാളിപ്പോൾ പറഞ്ഞ എൻ്റെ ഫോൺ പോയി. ഈ സെൻഡ് ചെയ്ത് കൊടുത്തതിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സെൻഡ് ചെയ്ത് കൊടുത്ത ഇവിടെ മേഡത്തിന്റെ ആങ്ങളയുടെ ഒരു നമ്പൂതിരിയുടെ ഫോണിൽ നിന്നാണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇവിടെ നടക്കണത് എന്താണെന്നറിയാമോ, വക്കീലന്മാർ തമ്മിലുള്ള ഒരു ഇതുണ്ടായിട്ട് ഇവരും ഈ ബിന്ദു ചാക്കോ എന്നുള്ള യുവതിയുടെ മരണം കച്ചവടമാക്കി മാറ്റി. ഇവരും അതങ്ങോട്ട് വിറ്റ് കളഞ്ഞിട്ട് ഇപ്പൊ കിടന്ന് ഉരുളുക. ഞാനിപ്പോൾ പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് താക്കീത് ഞാൻ കൊടുത്തേക്കുവാ, എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടിയാൽ എനിക്കിപ്പം ഇതൊരു ചട്ടക്കൂടിയിൽ ഒതുക്കിയിട്ട് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഈ കേസ്. ജാമ്യം കിട്ടാൻ വേണ്ടി പള്ളൂരുത്തി സ്റ്റേഷനിലെ പോലീസുകാർ ഈ കേസിന്റെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം മാറ്റിയിട്ട് മരിച്ചുപോയ യുവതി സ്വമേധയെ ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ തെളിവുകളെല്ലാം മാറ്റിയിട്ടും കാണിച്ചതാ. എന്നിട്ട് പ്രതിനെ രക്ഷപ്പെടുത്തി ജാമ്യം എടുത്ത് അവൻ പുറത്തു നിൽക്കണം. കൈയടിക്കണ്ടേ? ഇങ്ങനെ കൈയടിക്കണ്ടേ? ഇതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന യാതനകളാണ് ഇതൊക്കെ. നിയമത്തിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ ഞാൻ. എൻ്റെ കുടുംബം പോയി, കുമ്പളങ്ങിയിലാണ് എൻ്റെ വീട്. ഇവക്കടെ മരണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ഇവക്കടെ മരണത്തിന് ശേഷം ഞാൻ സുഹൃത്തുക്കളെ എൻ്റെ മോളെ ഞാൻ 1 മാസത്തോളം നോക്കി. തിരുവല്ല കല്ലുപ്പാറ പൊതുശ്മശാനത്താണ് അടക്കം ചെയ്തത്, അവിടെയാണ് അടക്കം ചെയ്തത്. അതിനുശേഷം എൻ്റെ വീടങ്ങോട്ട് ഉറങ്ങി. ഒരു ദുഃഖ വെള്ളിയാഴ്ചത്തെ അവസ്ഥയാണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ. കളിയും ചിരിയും എല്ലാം നിന്ന് വീടങ്ങോട്ട് ഉറങ്ങി. പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ 1 മാസത്തോളം നോക്കി, എനിക്കും ജോലിക്ക് പോകാൻ പറ്റണില്ല. കൊച്ചി പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കൊച്ചിന് വയറ്റിൽ ഇൻഫെക്ഷനായി, കൊച്ചി നിലവിളിയാണ്. അപ്പം അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആ വീട്ടിൽ നിന്ന് മൂത്ത ചേച്ചി വന്നു, ബന്ധു ചാക്കോണ്ട മൂത്ത ചേച്ചി വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ മോളെ കൊണ്ടുപോയിക്കോളാം, രാജു ഇപ്പം പെൺകുട്ടി കൂടി അല്ല ഞങ്ങൾ വളർത്തിക്കോളാടാന്ന്. അങ്ങനെ 6 വയസ്സുള്ളപ്പോൾ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചോട്
എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോവുക. ആ കൊച്ചി എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ശരി, പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അവരുടെ മിത്രങ്ങളല്ലേ കൊണ്ടുപോയേക്കണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ കൊച്ചിപ്പോൾ തിരുവല്ലയിൽ വളരണം. അതിനുശേഷം ഈ കുമ്പളങ്ങിക്കാരൻ 6 മാസത്തോളം ആ വീട്ടിൽ കഴിച്ചു കൂട്ടി. എൻ്റെ കുമ്പളങ്ങിലെ വീട് മൊത്തം കാട് കയറി. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കയറാൻ രാത്രിയൊക്കെ. ഒരു മനുഷ്യൻ ഒരു മാതിരി ധൈര്യമില്ലാത്തവനാണ് ഫാനിൽ കെട്ടി തൂങ്ങും. പക്ഷെ എനിക്കെന്താണെന്ന് അറിയാം, എൻ്റെ അപ്പൻ്റെ ഒരു ധൈര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുമ്പളങ്ങിൽ ഞാൻ അങ്ങനെ നടന്നേക്കണമെന്ന്. അപ്പൊ എൻ്റെ അപ്പൻ്റെ ധൈര്യം കാരണം ഞാൻ പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് ഇപ്പോൾ ഒരു ഫാമിലിക്ക് പണയത്തിന് കൊടുത്ത്. എനിക്ക് ഒരു ഒറ്റപ്പെടൽ പോലെ രാത്രിയൊക്കെ വന്ന് കയറുമ്പോൾ ഒരു ഏകാന്തത. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടും പറഞ്ഞിടാ നീ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ജനങ്ങൾ എന്നെ ഒരു സഹതാപത്തിലാണ് കാണുന്നത്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കുമ്പളക്കാരൻ എന്നുള്ളത്. പക്ഷെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മളോടൊരു സഹതാപം, എന്താ മോനെ മോക്ക് സുഖമാണ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ എനിക്കെന്തോ ഒരു അങ്ങനെയാണ്. ഞാനിപ്പോൾ സത്യത്തിൽ കൊച്ചിയിലാണ് സൗഹൃദങ്ങളായി ഞാനിപ്പോൾ സ്റ്റേ ചെയ്തേക്കണത്. ഇപ്പം കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രതി ഇപ്പം മിടുക്കനായിട്ട് ജാമ്യം എടുത്ത് പുറത്ത് നിൽക്കണം. അതിനെതിരെ ഞാനിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കണം. ഒറ്റയാൾ പോരാട്ടം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ. അതായത് ഒരു കേസ്, ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയാനില്ല, അധികാരികൾ കേൾക്കണത്. ഒരു കേസ് നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു കേസ് കോടതിയിലേക്ക് കയറുമ്പോൾ 2 വർഷമെങ്കിലും ടൈം എടുക്കുന്നുണ്ട്. മനസ്സിലായി? ഈ സമയം കൊണ്ട് പ്രതിയുടെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർ സ്വാധീനിച്ച് ഈ പറയണ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നേക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മാമാപ്പണി എന്ന് പറയും. എൻ്റെ ഭാഷയിൽ അതേ പറയുള്ളൂ. പള്ളൂർ സ്റ്റേഷൻ ചെയ്തേക്കണം മാമാപ്പണിയാണ്. മനസ്സിലായി? തെളിവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കണേ. അത് ചെയ്തിട്ട് പ്രതിനെ സംരക്ഷിച്ച് കുറച്ച് കാശ് പള്ളൂർ സ്റ്റേഷനിൽ കൊടുത്ത് കുറച്ച് കാശ് അഡ്വക്കേറ്റിനും കൊടുത്ത് ഈ കേസ് അങ്ങോട്ട് വലിച്ചു നീട്ടണേ. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ക്യാഷ് കൊടുത്തിട്ട് ഒതുക്കിയേക്കുന്ന, പക്ഷെ നമുക്ക് അതിന്റെ എതിരെ എന്തെങ്കിലും നിങ്ങളുടെ തെളിവോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? തെളിവ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. തെളിവ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിപ്പോ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ നിന്നേച്ച വക്കീൽ വരെ ഇതൊരു ചട്ടക്കൂടിൽ ഒതുക്കിയിട്ട് ഈ കേസ് ഒതുക്കി. ഞാനിപ്പോ എന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി വിളിച്ചിട്ടുണ്ടായി. ഞാനപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു, സാറേ ഈ കേസ് മുന്നോട്ട് പോകത്തില്ല, എനിക്ക് അഡ്വക്കേറ്റിൽ താല്പര്യമില്ല. ഞാനൊരു പറഞ്ഞതിൻ്റെ തുടങ്ങി എനിക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കേസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അതാണ് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് തിന്നപ്പം വെള്ളം കുടിക്കട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആ വിഷ്ണുമാരി ജാമ്യം എടുത്ത് പുറത്ത് നിന്നു കഴിഞ്ഞാൽ അവൻ നാളെ ഒരുത്തൻ്റെ കുടുംബം തകർക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നാളെ അവൻ ഇത് തന്നെ ആവർത്തിക്കും. ഇത് ആവർത്തിക്കരുത്. എനിക്ക് ഈ കുമ്പളങ്ങിക്കാരൻ്റെ കുടുംബം തകർന്ന പോലെ നാളെ ഒരുത്തൻ്റെ കുടുംബം തകരരുത്. അതാണ് ഞാൻ നിയമ പോരാട്ടത്തിൽ പോണത്. പക്ഷെ ഇതിൽ ഞാൻ മാക്സിമം ഞാൻ അവന് ശിക്ഷ കൊടുക്കാൻ നോക്കും മാക്സിമം. പിന്നെ ആ കുഞ്ഞിൻ്റെ ഭാവി ഓർത്തിട്ടാണോ ഇനി അവൾക്ക് ഞാനേ ഉള്ളൂ. ആ കൊച്ചി ഇപ്പൊ 10 വയസ്സായി മോക്ക്. അവൾക്ക് ഞാനേ ഉള്ളൂ. അവൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പോയി മോളെ കണ്ടു. പക്ഷെ മോള് ഒരു മൗനം പോലെയുള്ളൂ. ആ കളിയും ചിരിയും ഇതൊക്കെ പോയി. കൊച്ചി ഒരു നല്ല മിടുക്കത്തിയാണ്. നല്ലവണ്ണം ഡാൻസ് കളിക്കും, ടീച്ചർമാരൊക്കെ നല്ലവണ്ണം പഠിക്കും. പക്ഷെ അമ്മേനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവക്കടെ ബാല്യമല്ലോട് പോയേക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞിൻ്റെ 6 വയസ്സിലെ അമ്മ നഷ്ടപ്പെടണം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബാല്യമാണ് തൊലച്ചേക്കണത് ഈ വിഷ്ണു എന്ന പ്രതി. അപ്പൊ ശിക്ഷ കിട്ടേണ്ട അവന് തന്നെയല്ലേ ശിക്ഷ കിട്ടേണ്ടത്? ഞാൻ വേറെ വയലൻസിലേക്ക് ഒന്നും പോയിട്ടില്ല. പക്ഷെ നിയമം തോക്കുന്നിടത്ത് നിന്ന് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അതുപോലെ സൗഹൃദങ്ങൾ കൊച്ചിയിലുള്ള വ്യക്തിയാണ്. പക്ഷെ അവർക്ക് ശിക്ഷ കിട്ടണം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ നിയമപാലകർ തന്നെ ഈ കാശും മേടിച്ചിട്ടുള്ള കളികളാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ നിയമം വെച്ചിട്ട് ഇതുവരെ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സൈഡില് എന്താ പറയാ ജസ്റ്റിഫൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയുണ്ടെങ്കിൽ അതെന്തായാലും വിജയിച്ചിരിക്കുമെന്നല്ല വിശ്വാസം. ആ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോണത്. അതുകൊണ്ടല്ലേ നിയമം പിടിച്ചന്നെ പോണത്. അല്ല, ഈ സാധാരണ ഇങ്ങനെയൊക്കെ വരാൻ നേരത്തെ എന്താണെന്ന് അറിയാം, ചില ആൾക്കാർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോവും. അതാണ് ഇപ്പൊ ഇവരുടെയൊക്കെ കറക്റ്റ്. ഇവൻ കുറെ നാൾ ഓടിക്കഴിയുമ്പോ ഇവൻ പകുതിക്ക് വെച്ച് അങ്ങോട്ട് നിർത്തിപ്പോവും, ഇട്ടുകളയും. പക്ഷെ ഞാനെടുത്തില്ല. എന്താ വെച്ചാണ്ടല്ല, എൻ്റെ സ്വർഗമായ എൻ്റെ കുടുംബമാണ് നരകമാക്കിക്കണത്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചേക്കണത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം, എന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ. ഞാനെന്ന കുമ്പളങ്ങിക്കാരൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ ആണെങ്കിലും ഞാൻ പുറമേ അറിയിക്കാറില്ല. എൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും നമ്മൾ പുറത്തായിട്ട് ഇറങ്ങുമ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങുള്ളൂ.
എന്റെ സ്റ്റൈൽ ഇതൊക്കെയാണ്. എങ്ങനെയാ അങ്ങനെ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇത്രയും ആ ചിരിക്കുന്ന മുഖത്തിന്റെ പിറകെ ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ചിരി നിലനിർത്തുന്നത്? എന്റെ ശരിക്കും എന്റെ സമ്പാദ്യം എന്ന് പറയണത് എന്റെ സൗഹൃദങ്ങളാണ്. എന്റെ ഇന്നത്തെ സമ്പാദ്യം. എനിക്ക് സങ്കടം വന്നാലും എന്ത് വന്നാലും പങ്കിടാൻ പറ്റിയ എന്റെ സൗഹൃദങ്ങളാണ്. അവരാണ് ഈ കുമ്പളങ്ങിക്കാരനെ ചേർത്ത് പിടിക്കുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അവര് നമ്മളെ ചേർത്ത് പിടിക്കുന്നിടത്തോളം നമ്മൾ ഒറ്റക്കല്ലടും. അതല്ലേ നമുക്ക് തന്നെ ധൈര്യം. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായാൽ മതി, നമ്മൾ തനിച്ചല്ല. ആ ഒരു തോന്നൽ വന്നാൽ മതി, നമുക്ക് തോക്കത്തില്ല. ശരിയാ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലും ഇതേപോലത്തെ കുറെ സൗഹൃദങ്ങൾ കാരണം ഒരുപാട് ചതി പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അഭിനയ്ക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഇങ്ങനത്തെ ഇത്തരം സൗഹൃദങ്ങളും ഇത്തരം ആൾക്കാരെയും പറ്റിയിട്ട് ഇപ്പൊ ഈ ചേട്ടന്റെ ചേട്ടനോട് ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് റോങ് ആണെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ചേട്ടനോട് ആദ്യമേ തന്നെ സംസാരിക്കേണ്ടതായിരുന്നു. പിന്നെ അവന്റെ ഭീഷണിപ്പെടുത്തലോ പിന്നെ ഇങ്ങനെ ഇവര് നല്ല ഇതായിട്ട് പോയിരുന്ന ഒരു ഇതല്ലേ. അപ്പം ഇപ്പൊ സന എന്താ പറയുന്നത്, ഇങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഒരാൾ മെസ്സേജ് ചെയ്യുന്നു, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണൊരു കുട്ടിയുള്ള ഒരാള്, ഭർത്താവും കുട്ടിയുള്ള ഒരാള് മോശം കമന്റ്സ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഭർത്താവിനോട് പറയാം, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളോട് അത് ഷെയർ ചെയ്യാം. പിന്നെ എന്തോ എനിക്കറിയില്ല, പെൺബുദ്ധി എന്ന് പറയണതേ ചില പെണ്ണുങ്ങള് എടുത്തുചാട്ടക്കാരാണ്. അപ്പൊ തോന്നണാണ് അവർക്ക് ഈ അക്കരെ കാണാണ് അക്കരെ പച്ച ഇക്കരെ പച്ച എന്നുള്ള ഒരു തോന്നലാണ് ഇവർക്ക്. ഇപ്പൊ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ചിലവര് നീ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ഒരു ദിവസവും നമ്മൾ ഓരോ ആത്മഹത്യകളാണ് നമുക്ക് ന്യൂസായിട്ട് വരുന്നത്. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പൊട്ടിക്കാളികളാണ് സത്യത്തിൽ. എന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ, കുറച്ച് സ്ത്രീകൾ അവര് അവരുടേതായ അവർ ചുറ്റുവട്ടത്ത് ഒതുങ്ങി എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ പോലും ചെയ്യത്തില്ല. എടോ എന്തെങ്കിലും സങ്കടങ്ങളോ ഉണ്ടാക്കി, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാക്കി ഞാൻ തന്നോട് ഷെയർ ചെയ്യുമോ? ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടന്നിട്ട് അങ്ങോട്ട് ഒരു നിമിഷത്തിൽ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യും. പക്ഷെ ആത്മഹത്യ ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താണെന്നറിയാമോ? ചത്തുപോണ ആൾക്കാർ അതുകൂടി തീർന്നു. ഒരു മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന വരദാനമാണ്. നമുക്കൊക്കെ ഒരു കുറവില്ല, അസുഖങ്ങളില്ല, ഒന്നുമില്ല, കൈകളുണ്ട്, കാലുകളുണ്ട്, എല്ലാം ഉണ്ട്. തമ്പുരാൻ തന്നേക്കണം. ആ ഒരു ജീവിതം തൊലച്ചു കളയാം ഒരു നിമിഷം കൊണ്ട്. തൊലച്ചു കളയാൻ പെട്ടെന്ന് കളയും. പക്ഷേ ഇതിന്റെ പിറകില് അത് കഴിഞ്ഞിട്ട് നീറണ ആൾക്കാരുണ്ട് ജീവിതകാലം മുഴുവൻ. ഇപ്പൊ ഒരു കുടുംബത്തെ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ പിന്നീട് ജീവിതം നരകമാണ്. അപ്പന്റെയും അമ്മയുടെയും ആങ്ങളയുടെയും ജീവിതം നരകമാണ്. തീർത്ത ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ന്യൂസ് കണ്ട്, കുട്ടികളില്ലാത്ത കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്തു. ഭാര്യയും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്തു. എങ്ങനെ ഇരിക്കണം? ഇനി കുട്ടികളില്ലെങ്കിൽ എത്രയോ അനാഥാലയങ്ങളുണ്ട്. ഒരു കൊച്ചിനെ ദത്തെടുത്ത് വളർത്തിക്കൂടെ ഇവർക്ക്? അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുക. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതിയോടോ. നമ്മളൊക്കെ ഒന്ന് വേറെ ഒന്നും വേണ്ട, അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നണ നിമിഷത്തിൽ ഇതേ ക്യാൻസർ വാർഡിലേക്കൊന്ന് ചെല്ലും, ജനറൽ ഹോസ്പിറ്റലിൽ. ഞാൻ എൻ്റെ അപ്പനോട്ട് കിടന്നിട്ടുള്ള അവിടെ തുടിക്കുന്ന ഹൃദയങ്ങളെ കാണാൻ പറ്റും. ജീവന് വേണ്ടി ഒരു നിമിഷം തുടിക്കുന്ന ശരീരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. കുമള പൊട്ടണ പോലെയാണ് പൊട്ടണത്. ഓരോൾക്കാർ ചത്തൊടുങ്ങണത്. ജീവിതം അത്രേ ഉള്ളു. ഈ ഞാനടക്കം ഈ പറയണത് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ജീവിതത്തിൽ. ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിൽ കിടക്കുക. മനസ്സിലായോ? അപ്പൊ ഓരോ ജീവിതങ്ങൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണം. അപ്പൊ അതിലൂടെയെങ്കിലും നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. അല്ലാണ്ട് ഒരു മനുഷ്യ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയാൻ എനിക്ക് ചേട്ടനാണെങ്കിലും ഇപ്പൊ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഇനിയിപ്പോ ആ കുട്ടിയുടെ കാര്യമാണെങ്കിലും അച്ഛൻ മാത്രമേ ഉള്ളല്ലോ. അപ്പൊ ഇനി ആ കുട്ടിയുടെ ഒരു ഭാവി നോക്കിയിട്ട് ചേട്ടൻ എന്തെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ കുട്ടി മോളെ എങ്ങനെ നോക്കണം, അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ? സത്യത്തില് ഒരു മോളാണ് എനിക്കുള്ളത്. അവള് പ്രായവൃത്തി വരികയാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടാ കുഞ്ഞ് വലുതാവും. ഇപ്പൊ 10 വയസ്സിലേക്ക് കടന്നു. ഇനിയിപ്പോൾ നാളെ അവള് വയസ്സറിയിക്കും.
നാളെ വയസ്സറിയിക്കുമ്പോൾ അവൾക്ക് പ്രായപൂർത്തി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരമ്മയുടെ പരിചരണം അവൾക്ക് ആവശ്യമാണ്. സത്യമാണ്, ശരിയാണ് പറയണത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു വലുതായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പല ആൾക്കാരും വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, പല ആൾക്കാരും. പക്ഷെ എനിക്ക് വിവാഹം ഇപ്പം നമ്മൾ ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു ജീവിതം എന്താണ്, എൻ്റെ മോക്ക് തനിച്ചായി പോകരുത്. അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ശരിക്കും ഞാനൊരു ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം. എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട് നിലവിൽ. ഇപ്പോൾ ഒരു ബാങ്കിൽ കുറച്ച് ബാധ്യതയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ട്. സത്യത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ യൂസഫ് അലി സാറിനെ കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. യൂസഫ് അലി സാറിനെ കാണാൻ ട്രിവാൻഡ്രത്ത് ഞാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ യൂസഫ് ഭായിക്ക് എൻ്റെ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്നെ ഫ്രീ ആക്കി എടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ബോച്ചയൊക്കെ തന്നെയാണെങ്കിൽ ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എൻ്റെ വിഷയം ഞാൻ അയച്ചിട്ടുണ്ട്, കുമ്പളങ്ങിക്കാരൻ്റെ വിഷയം. ഇപ്പം ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഇപ്പം കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കണം, കുഞ്ഞിനുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ. പിന്നെ ഈ പറയണ പോലെ ഒരു വിവാഹം അത് ആരും ഇതുവരെയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ കടന്നു വന്നിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ യാത്രകളല്ലേ ഇടും. ആ കുഞ്ഞിനെ നമ്മൾ ഒരു അമ്മേനെ കൊടുക്കുമ്പോൾ അതുപോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം. അല്ല, ജീവിതം നമ്മൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ തനിച്ചായി പോണു ചിലപ്പോഴൊക്കെ. നമ്മൾ പറഞ്ഞ എന്തൊക്കെ തന്നെ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടായാലും ഒരു നിമിഷം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കണ ഒരു സമയമുണ്ട്. അപ്പം നമുക്കൊരു ഏകാന്തത നമുക്ക് കടന്നു വരും. പിന്നെ കൂടുതലും ഞാൻ എഴുതുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഞാനിതൊരു മൂവി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങിക്കാരൻ്റെ കുമ്പസാരം എന്നും പറഞ്ഞ എൻ്റെ കഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ അങ്ങനെ പോകുന്നു. ഇപ്പം എനിക്ക് മെയിനായിട്ട് ഇപ്പം എനിക്ക് സിനിമയിലെ ആക്റ്റീവ് ആകാനാണ് ഈ കുമ്പളങ്ങിക്കാരൻ നിൽക്കണത്. അപ്പോൾ വില്ലൻ കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്യണത്. ഇത് കണ്ട ഈ മുട്ട കണ്ട, ഈ മുട്ട കഥാപാത്രമൊക്കെ തട്ടിയാലായിട്ട് കയറിയാൽ നമ്മൾ വേറെ ലെവല. അപ്പം ഇപ്പം ഞാൻ മാർക്കോ എന്ന മൂവിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു റിവ്യൂ ഒക്കെ വന്ന് പണി എന്ന മൂവിയിൽ ഞാനങ്ങനെ നല്ല സിനിമകളൊക്കെ ഞാൻ റിവ്യൂ പറയാറുണ്ട് കൂടുതൽ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കോ 2 വരികയാണെങ്കിൽ ഈ കുമ്പളങ്ങിക്കാരനൊരു ഭാഗമായി മാറുന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും നാളെ ഒരു ഉദ്ഘാടന ചടങ്ങ് വിളിച്ചാലും ഞാൻ വരും. എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. അതിപ്പോ ഒരു ബംഗാളി ചക്കൻ ഒരു മുറുക്കാങ്കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാലും ഞാൻ ചെല്ലും. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലേ. ഈ പാവം കുമ്പളങ്ങിക്കാരൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാ. അപ്പൊ ഇനി നിങ്ങൾ ഇപ്പൊ കല അല്ലെങ്കിൽ ഇപ്പൊ ബിനിയാണെങ്കിൽ സിനി ആർട്ടിസ്റ്റ്, ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒരുപാട് സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ എങ്ങനെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ്? ഇങ്ങനെ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന നിലയിൽ ഫ്യൂച്ചറിലൊരു പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്രൈം ത്രില്ലർ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ദൈവം സാധിച്ചാൽ നടക്കും. ഒരു ക്രൈം ത്രില്ലർ, എന്തുകൊണ്ട് ക്രൈം ത്രില്ലർ ചൂസ് ചെയ്യാൻ കാരണം? എനിക്ക് ക്രൈം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാത്രിക്കുന്നത് യൂട്യൂബിൽ അങ്ങനത്തെ ഫിലിം കൂടുതലും കാണും. എനിക്ക് ഫാമിലി സബ്ജക്റ്റിനോട് അത്ര ഇതില്ല. ഇല്ല, കുറച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നിയത് ഇപ്പം 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്നൊരു ലെസ്ബിയൻ്റെയും, അതും ഒരു ക്രൈമൊക്കെ വരുന്നൊരു സംഭവമാണ്. പിന്നെ ഇതും ചെയ്തു വെച്ചിട്ട്. പിന്നെ ഈ കുമ്പളങ്ങിക്കാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുക, സോഷ്യൽ മീഡിയയിൽ കുമ്പളങ്ങിക്കാരൻ എന്നുള്ള പോസ്റ്റുകൾ ഇട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ ദത്തുപുത്രൻ എന്നുള്ള ഒരു നാമത്തിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയമുള്ള ദത്തുപുത്രൻ കുമ്പളങ്ങിക്കാരൻ എന്നാണ് എൻ്റെ ഹെഡിങ് വന്നത്. പിന്നെ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയണ, ഈ ഒരു വർഷം എനിക്കൊന്ന് നിറഞ്ഞാടണം. എൻ്റെ ആഗ്രഹങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങിക്കാരൻ എന്നുള്ള ഒരു ചാനൽ എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്യണം. എനിക്ക് നല്ലൊരു ജനങ്ങളുടെ പിന്തുണ വരുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുക, അതിലേക്ക് വീഡിയോസുകൾ ഇട്ട് തുടങ്ങുക. കുമ്പളങ്ങിയിലെ വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങൾ, ട്രാവലിങ്ങുകൾ, ആർട്ടിസ്റ്റുമാരുടെ ഗ്രൂപ്പിലുണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മിനി വന്നിട്ടുണ്ട്. 12 പേരോളം അടങ്ങുന്ന ലേഡീസ് തന്നെയുണ്ട്, വാസ്തവിക അയ്യർ. അപ്പം അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. മറ്റാരും ചിന്തിക്കാത്ത മാർഗത്തിലുള്ള ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഗാനരംഗങ്ങളിലാണെങ്കിൽ ഇപ്പം മിനീനെ ചേർത്ത് പിടിച്ചിട്ട് ഞാനും മിനിയും കൂടി ഒരു ഗാനരംഗം ചെയ്യുന്നു. ഒരു 6 വരെയെങ്കിലും നമ്മൾ ചെയ്യുന്നു. അടുത്ത നമ്മൾ ഇപ്പോൾ വാസ്തവിക അയ്യറിനെ വിളിച്ചിട്ട് അവർക്ക് അപ്പം ഈ 12 പേർക്കും ഞാൻ വഴി ഒരവസരം കിട്ടുമ്പോൾ അപ്പം ഇപ്പം മിനിക്ക് അനന്തമായ ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഈ കുമ്പളങ്കിയാറിന് അനന്തമായ സൗഹൃദങ്ങളുണ്ട്. അതിലൂടെ ഷെയർ ചെയ്ത് ജനങ്ങൾ
മാക്സിമം എത്തട്ടെ. ഞാനൊരു ഡാൻസർ കൂടിയാണ്. ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം ഞാനൊന്ന് ഒതുങ്ങിയതാണ്. പക്ഷെ എന്റെ കഴിവുകൾ ജനങ്ങൾ കാണട്ടെ. അല്ലാണ്ട് നമ്മൾ കഴിവുകൾ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അറിയട്ടെ. ഒന്ന് ആളി കത്തട്ടെ. കുമ്പളങ്കാരൻ ചിലപ്പോൾ അണയാൻ പോകുന്ന തിരിയായിരിക്കാം, എങ്കിലും ഒന്ന് ആളി കത്തോന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പ്രായത്തിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മള് വടിയും കുത്തി പിടിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടാനോ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യാനോ നമുക്ക് പറ്റില്ല. നമ്മളിപ്പൊ ഇങ്ങനെ ഇരിക്കണം, നാളെ നമ്മള് ഭൂമിയിൽ ഉണ്ടാകുമെന്ന് തന്നെ അറിയത്തില്ല. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ നമ്മൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു വശം തളർന്നു പല അസുഖങ്ങൾ വരാം, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ പല അസുഖങ്ങളും വരാം. അപ്പൊ നമുക്ക് ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഈ വർഷം നിങ്ങൾക്ക് എന്താ പറയാ, പൊന്നും വർഷാവട്ടെ. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് അവസരങ്ങൾ, അതെ, എല്ലാ വാതിലുകളും തുറന്ന് ഓരോരോ അവസരങ്ങൾ ഇങ്ങനെ എല്ലാം നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്. എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോൾവ് ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. പ്രിയമുള്ള സൗഹൃദങ്ങളെ, ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഒരുപാട് നന്ദി. കുമ്പളങ്ങിക്കാരൻ.